ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മഴവെള്ളം ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു മൊബൈൽ ചാർജ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ കാണുന്ന ഈ ഒരു ഡിവൈസാണ് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ വീട്ടിൽ വീഴുന്ന മഴവെള്ളത്തിനെ ഒരു പൈപ്പിലൂടെ കൊണ്ടുവന്ന് അതിനെ ഒരു ടർബൈൻ, അതായത് ഒരു മിനി മോട്ടറാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് കറക്കിയിട്ട് അതിൽ നിന്നുമാണ് നമ്മൾ ഒരു DC കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു സർക്യൂട്ട് ഉപയോഗിച്ച് ആ സർക്യൂട്ടിലേക്ക് പവർ എത്തിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്നത്. വെച്ചിട്ട് ഇങ്ങനെയാണ് മൊബൈൽ ചാർജ് ചെയ്യുന്നതാണ്. ഇതാണ് ഞാൻ എൻ്റെ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും മൊബൈൽ ഇങ്ങനെ ചാർജ് ആവുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിലും മഴ ഉണ്ടായാൽ മതി, നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ USB ഡിവൈസുകളൊക്കെ നമുക്കിത് വെച്ച് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മുടെ പവർ ബാങ്ക് ഇത് അവിടെ ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫുൾ ടൈം വേണമെങ്കിൽ പവർ ബാങ്ക് കുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടിരിക്കാം. അതായത് നമുക്ക് ആവശ്യത്തിന് ഈ പവർ ബാങ്കിൽ നിന്ന് നമുക്ക് പവർ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡിവൈസ് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം ഉള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ മോട്ടറാണ് നമ്മുടെ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് വരുന്ന എല്ലാ ജനറേറ്റർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു മിനി മോട്ടറാണ്. അതായത് ഇത്രയും ഭാഗം കാണുന്നത് സത്യം പറഞ്ഞ ഒരു മിനി മോട്ടറാണ്. ഇതിൻ്റെ ഈ ഒരു കറുപ്പ് ഭാഗത്ത് കാണുന്നതാണ് ഇതിൻ്റെ ഗിയറുകൾ. അപ്പോൾ മിനി മോട്ടർ ഒരു പ്രാവശ്യം തിരിയുമ്പോൾ അല്ലെങ്കിൽ 10 പ്രാവശ്യം മിനി മോട്ടർ തിരിഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഒരു നോബ് ഒരു പ്രാവശ്യം തിരിയുള്ളൂ. അതായത് ഗിയർ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്തിട്ട് ചെറുതാക്കുകയാണ്, പക്ഷേ ടോർക്ക് അതിനനുസരിച്ച് കൂടുതൽ കിട്ടും. അതാണ് ബേസിക്കായിട്ട് നമ്മുടെ ഒരു മിനി മോട്ടറിൻ്റെ അല്ലെങ്കിൽ ഗിയർ മോട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സാധാരണ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മോട്ടർ തന്നെയാണ്. ഞാനിപ്പോൾ അത് എടുത്തിട്ട് ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ സാധാരണ മോട്ടർ തിരിയുന്ന പോലെ അത് തിരിയും. കണ്ടോ, ഇതിപ്പോൾ സാധാരണ ഒരു മോട്ടർ തിരിയുന്ന പോലെ തിരിയാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് നോക്കിയിട്ട് കാര്യമില്ല, ഇത് വളരെ സ്പീഡ് കുറവാണ്. പക്ഷേ ഇതിൻ്റെ മോട്ടർ നല്ല സ്പീഡിലാണ് തിരിയുന്നത്. അത് നമ്മൾ ഗിയർ വെച്ചിട്ട് റിഡക്ഷൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. പിന്നെ അത്ര ഇതിൻ്റെ പവർ ഇത്തിരി കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ ഇത്തിരി പിടിച്ചാലും നമ്മൾ സാധാരണ മോട്ടർ പിടിക്കണ അത്ര സ്പീഡിൽ നിൽക്കില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോർക്ക് കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തന്നെ റിവേഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇത് 100 പ്രാവശ്യം തിരിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ 10 പ്രാവശ്യമായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചമറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഇത് 10 പ്രാവശ്യം തിരിയുകയാണെങ്കിൽ അതിനർത്ഥം ഇത് 100 പ്രാവശ്യം തിരിയും, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗിയർ മോട്ടറിനെ നമ്മൾ ജനറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഗിയർ മോട്ടറിനെ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് വരുന്നത് ഒരു 1000 RPM-ൻ്റെ ഒരു ഗിയർ മോട്ടറാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1000 RPM-ൻ്റെ ഗിയർ മോട്ടർ ഉണ്ടായിരിക്കും, 60 RPM-ൻ്റെ ഗിയർ മോട്ടറുണ്ട്, 2000 RPM-ൻ്റെ ഗിയർ മോട്ടറുണ്ട്. അതായത് RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ്. അതായത് ഈ ഒരു നോബ് ഒരു മിനിറ്റിൽ എത്ര തവണ കറങ്ങുന്നു, അതാണ് ഇതിൻ്റെ RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ RPM എന്ന് പറഞ്ഞാൽ 1000 RPM എന്നാണ്. അപ്പോൾ ഒരു മിനിറ്റിൽ ഇത് 1000 തവണ ഈ ഒരു നോബ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഒരു മിനിറ്റിൽ. ഇനിയിപ്പോൾ 60 ആണെങ്കിൽ ഒരു മിനിറ്റിൽ 60 തവണ തിരിയും, 2000 ആണെങ്കിൽ 2000. അങ്ങനെ പലതരത്തിലും ഇതിൻ്റെ RPMസിൻ്റെ വാല്യൂസ് മാറും. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ടോർക്കാണ്. അപ്പോൾ നമ്മൾ RPM കുറയും തോറും ഇതിൻ്റെ ടോർക്ക് കൂടുതലായിരിക്കും, RPM കൂടുന്തോറും ഇതിൻ്റെ ടോർക്ക് കുറവായിരിക്കും. അതായത് ഇത് തിരിയാനായിട്ടുള്ള പവർ നമുക്കിതൊരു എന്തെങ്കിലും ഫാനോ അങ്ങനെ എന്തെങ്കിലും ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ശക്തിയിൽ തിരിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യം, അതായത് നമ്മളിപ്പോൾ നേരത്തെ മിനി മോട്ടറിൽ കറണ്ട് കൊടുത്തിട്ട് നോബ് തിരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചമറിച്ച് നോബ് തിരിച്ചിട്ട് നമുക്ക് മിനി മോട്ടറിൽ കറണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഞാനിവിടെ LED യൂസ് ചെയ്യുന്നുണ്ട്. ഈ LED നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. ഞാനൊരു LED അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ തിരിച്ച് നേരത്തെ ചെയ്തത് കറണ്ട് ഇതിലേക്ക് ഇൻപുട്ട് കൊടുത്തിട്ട് മോട്ടോർ കറക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ തിരിച്ചമറിച്ച് മോട്ടോർ കറക്കിയിട്ട് കറണ്ട് എടുക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. ഞാൻ മോട്ടോർ കറക്കിയപ്പോൾ ലൈറ്റ് കത്തുന്നത് കണ്ടോ. ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം ഇങ്ങനെ തിരിച്ച വഴിക്ക് ഇവിടെ മിനി മോട്ടറിൻ്റെ ഉള്ളിലത്തെ കോയിൽ 10, 100, 1000 തവണ തിരിഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഞാനിവിടെ പതുക്കനെ ഇങ്ങനെ കറക്കും തോറും അവിടുത്തെ ഈ ഒരു മോട്ടറിൻ്റെ ഉള്ളിലത്തെ ആർമേച്ചർ ഭയങ്കര സ്പീഡിൽ കറങ്ങും. അതാണ് ലൈറ്റ് ഇങ്ങനെ കത്താനായിട്ടുള്ള കാരണം. ഇനി ഞാനിത് എടുത്തിട്ട് ഇതിൽ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര കിട്ടുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. മാക്സിമം ആവില്ല, നമ്മൾ കൈ കൊണ്ട് കറക്കുമ്പോൾ എന്തായാലും മാക്സിമം കിട്ടില്ല.
എന്നുവെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം കറക്കിയിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്ന കാരണം നമുക്ക് മാക്സിമം കിട്ടില്ല. അപ്പോൾ ഞാനത് വീണ്ടും കറക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും അവിടെ 2 സംതിങ് 3 വോൾട്ടേജ് 4 വോൾട്ടേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നമുക്ക് കൈകൊണ്ട് കറക്കുമ്പോൾ നമുക്ക് ഇത്രയും വോൾട്ടേജാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിതിന് സ്പീഡിൽ ഇത് കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വോൾട്ടേജ് കിട്ടും. ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി നമുക്കിതിൽ ഏറ്റവും ആവശ്യം വരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ IC. അപ്പോൾ ഈ ഒരു ICയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റെഗുലേറ്റർ IC എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ ഇതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 7805 എന്നാണ് ഇതിൻ്റെ നമ്പർ. അതായത് 5 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഞാനിതിന് സർക്യൂട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇവിടെ ആയിരിക്കും നമ്മുടെ IC വരിക. അപ്പോൾ ഈ ICക്കകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് പിൻ, സെക്കൻഡ് പിൻ, ലാസ്റ്റ് പിന്ന്. ഇതിൽ ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗം, ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുന്ന ഭാഗം. ഇൻപുട്ടിൽ നമുക്ക് നമ്മുടെ ഈ ഒരു മോട്ടറിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണെങ്കിൽ നമ്മളത് ഇൻപുട്ടിൽ കൊടുക്കും. അപ്പോൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഇപ്പോൾ ഞാനൊരു 8 or 7 വോൾട്ടേജാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. 5 വോൾട്ട് എന്നുള്ളത് 4.8 അല്ലെങ്കിൽ 4.9 ആ ഒരു റേഞ്ചിലായാലും അവിടെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് വേറെ കാര്യം നോക്കാനുള്ളത് കപ്പാസിറ്ററാണ്. നമുക്കിപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു കപ്പാസിറ്റർ 2200 മൈക്രോഫാരഡിൻ്റെ 16 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വേണമെന്നില്ലെങ്കിൽ കുറച്ച് കുറഞ്ഞാലും കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ വേണം, ഇവിടെയും ഒരു ഔട്ട്പുട്ടിനകത്തും ഒരു കപ്പാസിറ്റർ വേണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടർബൈൻ അങ്ങനെ കറങ്ങുന്ന സമയത്ത് ഫ്ലക്ച്വേഷൻസ്, അതായത് വെള്ളത്തിന് അങ്ങനെ പെട്ടെന്ന് ബബിൾസ് വരിക, അങ്ങനെ എന്തെങ്കിലും വന്ന് സ്റ്റക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ജർക്കിംഗ് ഒക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് ഔട്ട്പുട്ടിനകത്ത് എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ കപ്പാസിറ്റർ വയ്ക്കും. അപ്പോൾ ചെറിയ ചെറിയ ഡിഫ്ലക്ഷൻസൊക്കെ കപ്പാസിറ്റർ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് പവർ കിട്ടും. അതാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ ഈ ഒരു ICയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 7805 ആണ്. നമുക്ക് 7805 അല്ലാതെ നമുക്ക് IC വരുന്നത് 7808 വരുന്നുണ്ട്, 09 വരുന്നുണ്ട്. അങ്ങനെ ഇതൊരു സീരീസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് അറിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ 7805 എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 5 വോൾട്ടാണ് നമുക്ക് ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് ഭയങ്കര ചീപ്പ് റേറ്റാണ്. നമുക്കൊരു 10 രൂപയ്ക്ക് ഈ ഒരു IC കിട്ടും. നമ്മളൊരുവിധം എല്ലാവിധ ഇലക്ട്രോണിക് സർക്യൂട്ടിലും നമുക്ക് ഈ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലൊക്കെ ഒരുവിധം ഈ ഒരു 5 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന സർക്യൂട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു IC നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇവിടെ ഒരു ഹീറ്റ് സിങ്ക് ഉണ്ടായിരിക്കും. അതായത് ചില സമയത്ത് നമുക്ക് വരുന്ന പവർ ഇതിൽ നിന്ന് നന്നായിട്ട് പവർ എടുക്കുകയാണെങ്കിൽ ഈ IC ചൂടായിട്ട് കത്തിപ്പോകാൻ അങ്ങനെയൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹീറ്റ് സിങ്ക് വെച്ചിട്ട് നമ്മളിവിടെ ഇതിനെ കൂൾ ചെയ്യും. അത് നമുക്ക് അത്രയും വലിയ പവർ നമുക്ക് വേണ്ടി വരാത്ത കാരണം നമുക്ക് ഹീറ്റ് സിങ്കിൻ്റെ ആവശ്യം വരുന്നില്ല. അതാണ് ഇതിൻ്റെ ബേസിക്സ് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്, സിമ്പിൾ സർക്യൂട്ടാണ്. ഒരു IC, ഒരു കപ്പാസിറ്റർ, 2 കപ്പാസിറ്റർ, ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ LED ഒക്കെ വെച്ചിട്ട് പവർ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഇൻഡിക്കേഷൻസൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിനകത്ത് ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത് ഒരു ടർബൈനാണ്. അപ്പം ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അത് 10 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് 10 ലീഫ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയൊരു സ്പ്രേ കുപ്പി എടുത്തിട്ട്, അത് നമ്മൾ അലുമിനിയത്തിൻ്റെ അതൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒരു സ്പ്രേ കുപ്പി എടുത്തിട്ട് അത് നമ്മളിങ്ങനെ നീളനെ കട്ട് ചെയ്തേക്കാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് നമ്മൾ ഒരു 2.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 10 കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഓരോന്നിനും മുകളിലും നമ്മൾ സ്ക്രൂ കടക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു L ഷേപ്പിലാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ഓരോ ലീഫ് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മരത്തിൻ്റെ ആ ഒരു ചക്രത്തിൻ്റെ മുകളിൽ നമ്മൾ പിടിപ്പിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ടർബൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ ഒരു കുപ്പിക്കകത്തേക്ക് നമ്മൾ നമ്മുടെ ഗിയർ മോട്ടറിനെ വെക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ മോട്ടറൊക്കെ ഈ വെള്ളം കൊണ്ടിട്ടൊക്കെ തുരുമ്പടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതൊരു പഴയൊരു ബോട്ടിലിനകത്തേക്ക് ആക്കിയിട്ട് സ്ക്രൂ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അടിയിൽ നമുക്ക് അതിൻ്റെ നോബുമിൽ നമുക്ക് നമ്മുടെ ടർബൈനായിട്ട് ഫിറ്റ് ചെയ്യാം. ജസ്റ്റ് കയറ്റി വെച്ചിട്ട് ഇത്തിരി പശ, ഒരു ഫെവിക്വിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ബലമായിട്ട് അവിടെ നിന്നോളും. ഇത്തിരി ടൈറ്റായിട്ട് നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ ടർബൈനും നമ്മുടെ ജനറേറ്ററും ശരിയാണ്. പിന്നെ നമ്മളൊരു സ്റ്റാൻഡ് ഞാൻ പഴയത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ ചെറിയൊരു അലുമിനിയത്തിൻ്റെ ഒരു തകിട് വെച്ചുള്ള ഒരു ക്ലാമ്പ് ഉണ്ടാക്കിയിട്ടിട്ട് ആ ക്ലാമ്പ് വെച്ചിട്ടാണ് നമ്മൾ ജനറേറ്റർ അല്ലെങ്കിൽ നമ്മുടെ ടർബൈനായിട്ടുള്ള സെറ്റപ്പ് നമ്മളതിനെ പിടിപ്പിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ നോസിൽ പിടിപ്പിക്കുന്നത് പഴയൊരു മാർക്കർ വെച്ചിട്ടാണ്. മാർക്കർ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു സ്കെച്ച് പെന്നിൻ്റെ ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ നോസിൽ ഇത്തിരി ടൈറ്റായിട്ട്, അതായത് നമുക്ക് വെള്ളം ഇങ്ങനെ നന്നായിട്ട് ചീറ്റി വരാൻ വേണ്ടിയിട്ട് നോസിലായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളത് ഇതുപോലെ നേരത്തെ പറഞ്ഞ ഒരു തകിട് വെച്ചിട്ട് ബലമായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം വന്ന് വീഴുമ്പോൾ നേരെ ലീഫുമ്മിൽ വന്ന് വീഴുന്ന രീതിയിൽ പിടിപ്പിക്കണം. ഇതാണ് നമ്മുടെ സർക്യൂട്ട് വെച്ചിരിക്കുന്ന ബോക്സ്. ഞാൻ നേരത്തെ ഒരു സർക്യൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സർക്യൂട്ടാണ് നമ്മൾ ഇതിനകത്ത് സോൾഡർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് വാട്ടർ പ്രൂഫായിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളം വീണാലൊന്നും പെട്ടെന്ന് സർക്യൂട്ട് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസുകളൊക്കെ കംപ്ലൈൻറ്റ് ആവാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മൾ ആ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമ്മളൊരു USB പോർട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് USB കണക്ട് ചെയ്യുന്ന ഡിവൈസുകളെല്ലാം നേരെ കുത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാനും അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഡിവൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മഴ വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് വർക്കിംഗ് ഒക്കെ പറയാൻ പറ്റുള്ളൂ. അടുത്തായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം വരുന്ന ആ പൈപ്പ് നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ മുകളിലുള്ള പാത്തിയിലാണ്. അപ്പോൾ നമുക്ക് ഈ പാത്തിക്കകത്ത് നമ്മളൊരു ഫിൽറ്റർ വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ പൂക്കിലോ അല്ലെങ്കിൽ പഴയ ഇലകളൊക്കെ കാറ്റിൽ വന്ന് വീണിട്ട് നമ്മുടെ ഈ ഒരു ഹോള് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വല വെച്ചിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പിലൂടെയാണ് നമ്മൾ വെള്ളം താഴേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നല്ല മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈപ്പിലൂടെ വെള്ളം വന്നിട്ട് നമ്മുടെ ടർബൈൻ ഇപ്പോൾ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കിപ്പോൾ വോൾട്ടേജ് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതൊരു ബ്രെഡ് ബോർഡിൽ വെച്ചിട്ട് സർക്യൂട്ട് പിടിപ്പിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ജെർക്കിംഗ് ഒന്നും ഇല്ലാത്ത 4.92 വോൾട്ടേജാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. അത് നമ്മൾ നേരെ ഒരു നമ്മുടെ പവർ ബാങ്കിനകത്തേക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നത് കാണാൻ പറ്റും, ലൈറ്റ് മിന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ലഭിക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-8 വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഡിവൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണുകളെല്ലാം കേടാവും. അപ്പോൾ നമ്മളതൊരു സർക്യൂട്ട് വെച്ചിട്ട് റിഡക്ഷൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പവർ ബാങ്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോൺ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിൽ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഫോൺ റീചാർജ്, അതായത് ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മളിതിനെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിവിടെ നോക്കിയാൽ ഒരു റെഡ് LED വെച്ചിട്ടുണ്ട്, അതായത് ഇതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് ഉണക്കി വെച്ചിട്ട് നമുക്ക് ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പൈപ്പ് എടുത്തിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിവൈസ് എല്ലാം ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ആ സർക്യൂട്ടെല്ലാം ഒരു ബോക്സിനകത്താക്കി വെച്ചിട്ട് LED കണക്ട് ചെയ്തിട്ടുള്ളത് പ്രകാശിക്കുന്നുണ്ട്. അതേപോലെ ഞാനിപ്പോൾ ഒരു ഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചാർജ് ആവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് USB ആയ കാരണം നമുക്ക് USB പോർട്ട് ആയതുകൊണ്ട് നമുക്ക് ഏത് ഫോൺ വേണമെങ്കിലും അല്ലെങ്കിൽ USB ഡിവൈസിൽ വർക്ക് ചെയ്യുന്ന ഏത് ഡിവൈസുകളും നമുക്കിതിലൂടെ കണക്ട് ചെയ്തിട്ട് നമുക്കിതിൽ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ വെള്ളം വരുന്നത് ഡയറക്റ്റ് ഞാനൊരു കൈ വെച്ചിട്ട് ഞാൻ അടയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ലൈറ്റ് കത്തുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ വെള്ളം വിടുമ്പോൾ തിരിച്ച് ലൈറ്റ് കത്തുന്നത് കാണാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും ഇത് ഫേക്ക് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ല, ഇത് ഫേക്കല്ല, ഇത് കറക്റ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് അതിൻ്റെ ടർബൈൻ കറങ്ങിയിട്ടാണ് ഈ മൊബൈൽ ചാർജ് ആവുന്നത്. നമുക്ക് നോക്കി അറിയാവുന്ന 76% ചാർജ് ആയി. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ നേരത്തെ ഫോൺ ചാർജ് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഞാൻ ഒരു പവർ ബാങ്ക് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പവർ ബാങ്ക് നമ്മളിതുപോലെ കണക്ട് ചെയ്തപ്പോൾ പവർ ബാങ്കും നമുക്ക് ഇതിൽ നിന്ന് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്തുള്ള ആപ്ലിക്കേഷൻസ് അപ്പോൾ നമ്മൾ കണ്ടു. USB ഡിവൈസുകളെല്ലാം വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഗെയിൻ എനർജിയാണ്, സിമ്പിളാണ്, അത്ര വലിയ കോംപ്ലക്സിറ്റിയും സർക്യൂട്ട്സൊന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഇത് ചീപ്പാണ്, അത്ര വലിയ ചിലവുകളും വരുന്നില്ല. നല്ല മഴയാണ്. അപ്പോൾ ഇതിൽ വെച്ച് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാണിച്ചു തരാം ഞാൻ. ഇതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് നമുക്ക് വോൾട്ടേജ്, അതായത് ഒരു 7.9 7.8 ആ ഒരു റേഞ്ചിൽ 8 റേഞ്ചിൽ നമുക്ക് വോൾട്ടേജ് ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം കറണ്ട് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് എടുത്തിട്ട് ആംബിയറിൻ്റെ പോർട്ടിലേക്ക് വെക്കുകയാണ്. ഇതിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. നമുക്ക് മാക്സിമം കിട്ടുന്ന ഒരു ആംബിയർ എന്ന് പറയുന്നത് 0.2 ആംബിയർ, അതായത് 200 മില്ലി ആംബിയറാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ഒരു ആംബിയർ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പവർ കിട്ടും. അതായത് 2 × 8, അതായത് 1.6 വാട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് മാക്സിമം പവർ.
ഈ ഒരു ഉപകരണം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് 5 വോൾട്ട് DC ആയിട്ട് നമ്മളതിന് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കിത് ഇപ്പോഴും നമുക്കിവിടെ മൊബൈൽ കുത്തി വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിന് പകരം ഒരു പവർ ബാങ്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് പവർ ബാങ്കിലേക്ക് നമ്മൾ ചാർജ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ മഴ പെയ്യുമ്പോൾ പവർ ബാങ്ക് ചാർജ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പവർ ബാങ്ക് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ആവശ്യത്തിനനുസരിച്ച് റീചാർജ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇതിന് പവർ കുറവാണ്. അപ്പോൾ പതുക്കെയാണ് ചാർജ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ പവർ ബാങ്കിലേക്ക് നമുക്ക് പതുക്കെ ചാർജ് കയറ്റിയിട്ട് പവർ ബാങ്കിൽ നിന്ന് ഫുൾ പവറിൽ നിന്ന് നമുക്ക് തിരിച്ച് മൊബൈലിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ ഇനിയും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.